നമ്മളെല്ലാവരും കൂടി ആലപ്പുഴയിലൊരു കല്യാണത്തിന് പോയതിൻ്റെ വിശേഷങ്ങൾ ഞാൻ എൻ്റെ മുന്നത്തൊരു ഷോർട്സിൽ പറഞ്ഞില്ലേ. അതിൻ്റെ ഒരു ലോങ് ബിറ്റ്സ് ആൻഡ് ക്ലിപ്സ് ആട്ടോ എന്ന്. എനിക്കിത് ഭയങ്കര ഒരു സ്പെഷ്യൽ മാരേജ് ആയതുകൊണ്ട് ഇതിൻ്റെ ബിറ്റ്സ് കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും ഇവിടെ കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ എനിക്ക് കിട്ടിയ എൻ്റെ വർക്ക് പ്ലേസിലെ ഒരു സ്പെഷ്യൽ വണ്ണാട്ടോ ഇവൻ. അപ്പോൾ ഇവൻ്റെ കല്യാണം എനിക്ക് മിസ് ചെയ്യരുതെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം എനിക്ക് ഒരുപാട് ടെൻഷൻസും ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ മോനെ വെച്ചിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന ആദ്യത്തെ ഒരു ഫംഗ്ഷനാണിത്. സോ അവൻ ഇതിനോട് എങ്ങനെ കോപ്പറേറ്റ് ചെയ്യുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവനോട് ശരിക്കൊരു നല്ല താങ്ക്സ് പറഞ്ഞേ പറ്റൂ. കാരണം അവൻ നല്ല രീതിക്ക് തന്നെ എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്തു, എല്ലാത്തിനോടും കോപ്പറേറ്റ് ചെയ്തിട്ടാട്ടോ നമ്മുടെ കൂടെ നിന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഫങ്ഷൻസും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. നമുക്ക് തലേദിവസത്തെ നല്ലൊരു ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു സംഗീത് നൈറ്റ് പോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്കൻ്റെ ഫ്രണ്ട്സും കസിൻസൊക്കെ കൂടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. നമ്മളവിടെ ചെന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒരു കുഞ്ഞ് ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ട് ചെക്കൻ്റെ വീട്ടിലോട്ട് വന്ന് അവിടുന്ന് നമ്മൾ റൂമിലോട്ട്, നമുക്ക് അടുത്ത് തന്നെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മിനർവ സ്യൂട്ട്സ് എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു നമുക്ക് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ, നല്ലൊരു സ്റ്റേ തന്നെയായിരുന്നു എനിക്ക് 2 ദിവസം അവിടെ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു ഹോട്ടലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചുറ്റുവട്ടമായിക്കോട്ടെ, റൂംസ് ആയിക്കോട്ടെ, എല്ലാം നല്ല ക്ലീനായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർ പെരുമാറാനും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടുത്തെ സ്റ്റേ ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് നമ്മൾ കല്യാണത്തിന് പോയി. നമുക്ക് നേരത്തെ ആയിരുന്നു മുഹൂർത്തം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഓഡിറ്റോറിയത്തിൽ പോയി. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് അവിടെ കഥകളിയും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റത്തെ വെൽക്കമിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മാരേജ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈവനിങ് ആണ് റിസപ്ഷൻ ഉണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ റിസപ്ഷനാണ് ഈ ഫങ്ഷനായിട്ട് നമ്മൾ ജോയിൻ ചെയ്തത്. എനിക്കിവിടെ 1-2 കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർട്ടി ആൻഡ് കിങ്സ് എന്ന് പറയുന്ന ഇവൻ്റായിരുന്നു ഇത് ഹാൻഡിൽ ചെയ്തത് ചെക്കൻ്റെ സൈഡിൽ നിന്ന്. സോ അവരത് നല്ല അടിപൊളിയായിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിക്കാനൊരു ചായക്കട സെറ്റപ്പ് പോലെയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോപ്പറേഷൻ ഉണ്ടായിരുന്നു. അവർക്ക് തമ്മിലൊരു എവിടെയും ഒരു മിസ്സ് വന്നിട്ടില്ല. എല്ലാവരും നല്ല വാം വെൽക്കമിങ് ആയിരുന്നു. അവരുടെയൊക്കെ ഫേസ് കാണുമ്പോൾ തന്നെ, അതായത് നമുക്ക് ഇതിൻ്റെ സെർവിങ്ങിന് നിന്നിട്ടുണ്ടായിരുന്ന ചേച്ചിമാരുടെ ചേട്ടന്മാരുടെ ഒക്കെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് വേണ്ടെങ്കിൽ പോലും ഒരു പ്ലേറ്റ് ഫുഡ് കഴിച്ചിട്ട് പോകാൻ തോന്നും. അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ശരിക്കും അവർക്കൊക്കെ ഒരു ബിഗ് ഹഗ്സ് ആൻഡ് ലവ്സ്. അവരിതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്കത് പാസ് ചെയ്യാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആലപ്പുഴക്കാർക്ക് മൊത്തം ബാധകമാവുന്നൊരു കാര്യമാണെന്ന് തോന്നുന്നു. അതായത് അവർ കൂടുതലും ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് എന്നെ അവർ കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഫങ്ഷൻസും നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. DJക്കൊക്കെ ഡാൻസ് കളിക്കാൻ, കുട്ടീനെയൊക്കെ പഠിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെയായിരുന്നു. അങ്ങനെ എല്ലാ ഫങ്ഷൻസും നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്തു. എനിക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മാരേജ് ഫങ്ഷൻ ആയിരുന്നു ഇത്. നിങ്ങളുടെ ഇതുപോലത്തെ സ്പെഷ്യൽ മെമ്മറീസ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.